എല്ലാവർക്കും നമസ്കാരം. 10 വർഷത്തിലേറെ ഷുഗറിന് മരുന്ന് കഴിച്ച് മടുത്തവരാണോ നിങ്ങൾ? എങ്കിൽ രാത്രിയിൽ കഴിക്കുന്ന ഈ ഭക്ഷണം ഈ രീതിയിലൊന്ന് നിങ്ങൾ കഴിച്ചു നോക്കൂ. 15 ദിവസത്തിനുള്ളിൽ തന്നെ മരുന്നില്ലാതെ തന്നെ നിങ്ങളുടെ ഷുഗർ ലെവൽ നല്ല രീതിയിൽ കുറയ്ക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ഡയറ്റ് നമ്മൾ എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, ഇത് കഴിച്ചാൽ ഉണ്ടാവുന്ന മെച്ചങ്ങൾ എന്തൊക്കെ എന്നതിനെ പറ്റി നോക്കാം. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്. നമുക്കറിയാം, ആളുകൾ ഒരുപാട് കാലമായിട്ട് ഷുഗർ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ പറയാറുണ്ട്, ഒരുപാട് കാലമായി ഡോക്ടറെ മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷേ ഒരിക്കലും ഷുഗർ നോർമൽ എത്തിയിട്ടില്ല. ഷുഗർ ലെവൽ HbA1c, അതായത് 3 മാസത്തെ ആവറേജ് ഷുഗർ ലെവൽ ഒരിക്കലും എത്തിയിട്ടില്ല. ഇന്നലെ പായസം കഴിച്ചു, അപ്പോൾ ഒന്ന് ഷുഗർ കൂടി. ഒപ്പിൽ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ഡയലോഗുകളാണത്. ഇന്നലത്തെ ഒരു ഭക്ഷണം മൂലമാണ് നമുക്കിതുണ്ടായത് എന്നുള്ളതൊക്കെ. നിങ്ങൾ രാത്രിയിൽ, അതായത് രാത്രിയിൽ കഴിക്കുന്ന ഈ ഭക്ഷണത്തെ പ്രത്യേകിച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഈ ഒരു 15 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിൽ രാത്രിയിലെ ഭക്ഷണം നല്ല രീതിയിൽ ക്രമീകരിക്കുക. അതുപോലെ തന്നെ നമ്മൾ മോർണിംഗ് കഴിക്കുന്ന ഭക്ഷണങ്ങളിലും കാർബോഹൈഡ്രേറ്റിൻ്റെയും ഷുഗറിൻ്റെയും അളവുകൾ നല്ല രീതിയിൽ കുറയ്ക്കുകയും നൈറ്റ് ഭക്ഷണം, രാത്രിയിലെ ഭക്ഷണം ഈ ഒരു സമയത്തിനുള്ളിൽ ഈ ഒരു ക്വാണ്ടിറ്റി ഈ രീതിയിൽ നിങ്ങൾ കഴിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഷുഗർ ലെവൽ കുറഞ്ഞിരിക്കും. അപ്പോൾ നിങ്ങളൊരു 15 ദിവസം ഇത് ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ ഷുഗർ ലെവൽ എത്രയാണ് എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അതിനനുസരിച്ചുള്ള റിപ്ലൈ നമുക്ക് തരാൻ സാധ്യവും എങ്ങനെ നിങ്ങളിത് ഫോളോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. നമുക്കറിയാം, ഈ രാത്രിയിലെ ഭക്ഷണം ഇന്ന് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് എപ്പോഴും ഫങ്ഷൻസുകളൊക്കെ ഈവനിങ് ആണ് ഉണ്ടാവുക. നമ്മളെല്ലാവരും ഈവനിങ്ങിലാണ് നന്നായിട്ട് ഫുഡ് കഴിക്കുക. നമ്മുടെ പഴയ ആളുകളൊക്കെ പറയാറുണ്ട്, മോർണിംഗിൽ നമ്മുടെ ഭക്ഷണം പലപ്പോഴും രാജാവിനെ പോലെയും ഉച്ചയ്ക്ക് നമുക്ക് ഭക്ഷണങ്ങൾ ഒരു മന്ത്രിയുടെ പോലെയും അതുപോലെ തന്നെ രാത്രിയിൽ ഒരു യാചകൻ്റെ പോലെയും കഴിക്കണം എന്നാണ്. എന്നാൽ നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നമ്മുടെ ഭക്ഷണ രീതി ടോട്ടലി ചേഞ്ച്ഡ് ആണ്. രാത്രിയിൽ നമ്മൾ വളരെ ഹെവി ആയിട്ടാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. ഇനി ഈ ഷുഗർ കുറയ്ക്കാനുള്ള ഈ ഡയറ്റ് എങ്ങനെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഈ ഭക്ഷണം നമ്മൾ എപ്പോൾ കഴിക്കണം എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഡയറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ കഴിക്കേണ്ടത് ഈ ഭക്ഷണം 7 മണിയുടെയും 7:30യുടെയും ഉള്ളിൽ കഴിക്കണം. അതായത് 6:30 to 7:30 ഉള്ളിൽ ആണ് മോസ്റ്റ്ലി പ്രിഫറബിൾ. അത് തന്നെ നമ്മൾ ഏറ്റവും മാക്സിമം സമയം നമ്മൾ 8 മണിക്ക് അകത്ത് കഴിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇത് എന്തൊക്കെയാണ് നമ്മളിതിൽ കഴിക്കേണ്ടത് എന്നുള്ളത്. ഫസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണെന്ന് വെച്ചാൽ, നമ്മളതിൽ ആദ്യം കഴിക്കേണ്ടതെന്ന് വെച്ചാൽ വെജിറ്റബിൾസ് ആണ്. വെജിറ്റബിൾ കറി ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ വെജിറ്റബിൾ കറി ഓർ സൂപ്പ് ആണ്. അതായത് അതിൽ തന്നെ ഏറ്റവും കലോറി കുറഞ്ഞിട്ടുള്ള വെജിറ്റബിൾസ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് നമ്മുടെ ചീര, സ്പിനാച്ച് പോലെയുള്ളത്. മറ്റൊന്ന് ക്യാബേജ്, ബീൻസ്, കോവയ്ക്ക, കുമ്പളങ്ങ. ഇത്തരത്തിലുള്ള വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒന്നെങ്കിൽ സൂപ്പ് ഉണ്ടാക്കുക അല്ലെങ്കിൽ കറി. അത് നമ്മളൊരു നമ്മുടെ പ്ലേറ്റിൻ്റെ ഒരു 1/4 ഭാഗം നമ്മൾ ഇത്തരത്തിലെടുക്കുക. അതിൽ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ വെജിറ്റബിൾസ് മോസ്റ്റ്ലി പ്രിഫർ ചെയ്യണത് എന്ന് വെച്ചാൽ, ഇതിനകത്ത് കാർബൻ്റെ അളവ് വളരെയധികം കുറവാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രോട്ടീനായിട്ടുള്ള ഒരു ഡയറ്റ്, അതായത് ഒന്നുകിൽ നമ്മൾ ഒരു എഗ്ഗ് കഴിക്കുക, അതല്ലെങ്കിൽ മുളപ്പിച്ചിട്ടുള്ള പയറുകൾ കഴിക്കുക, അല്ലെങ്കിൽ 50 മുതൽ 75 ഗ്രാം വരെയുള്ള പനീർ. ഇവയൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് കഴിക്കേണ്ട ആ ഡയറ്റിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്. ഇത്തരത്തിലുള്ള ഈ ഡയറ്റ് നമ്മൾ ഒരു 15 ദിവസം ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി അത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം നല്ല രീതിയിൽ കുടിക്കുക എന്നുള്ളത് അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ സ്ട്രെസ്സുകൾ ഒഴിവാക്കാൻ മറ്റൊരു ഘടകമാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ വെജിറ്റബിൾസ് തന്നെ യൂസ് ചെയ്യണമെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, ഇതിനകത്ത് ഫൈബർ കണ്ടൻറ്റുകൾ നല്ലോണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഷുഗറിൻ്റെ സ്പൈക്ക് നല്ല രീതിയിൽ കുറയ്ക്കും, നമ്മുടെ ഇൻസുലിൻസിൻ്റെ റെസിസ്റ്റൻസ് ഒക്കെ കുറയ്ക്കുകയും നമ്മുടെ ഷുഗർ ലെവൽ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ കൂടെ കഴിക്കുന്ന പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പ്രോട്ടീൻ നല്ല രീതിയിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയും നമ്മുടെ ശരീരം നല്ല ഒരു എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാനും, നമ്മുടെ വയറ് ഫുള്ളായ പോലെ ഈ ഫൈബർ കണ്ടൻറ്റും പ്രോട്ടീൻസൊക്കെ ഇതാവുമ്പോൾ കഴിക്കുന്നത് മൂലം തന്നെ നമ്മുടെ വയറ്, സ്റ്റൊമക്ക് നല്ല രീതിയിൽ ഫുള്ളാവാനും നമുക്ക് ഫാറ്റ് ഗെയിൻ ഇല്ലാതെ, അതായത് തടി കൂടാതിരിക്കാനൊക്കെ നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള ഡയറ്റ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക. 15 ദിവസമാണ് നിങ്ങളിത് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ മോർണിംഗിലും നമ്മൾ കാർബ് കുറവുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടുകൂടി തന്നെ നമ്മൾ കാർബ് കുറവുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക. ഷുഗർ കംപ്ലീറ്റ്ലി കട്ട് ഡൗൺ ചെയ്യുക. രാത്രിയിൽ നമ്മൾ എപ്പോഴും, അതായത് അരിഭക്ഷണങ്ങൾ, ഇഡ്ഡലി, ദോശ, പുട്ട് പോലെയുള്ള അരിഭക്ഷണം
ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒഴിവാക്കുക. ഇതിനകത്തൊക്കെ നല്ല രീതിയിൽ ഗ്ലൈസേമിക് ഇൻഡെക്സ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഗ്ലൈസേമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണങ്ങൾ നമ്മൾ രാത്രിയിൽ കഴിക്കുന്നത് മൂലം തന്നെ നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആവില്ല. നമ്മുടെ എല്ലാ ഫങ്ഷൻസും നമ്മൾ രാത്രിയിൽ നമ്മുടെ ഫങ്ഷൻസൊക്കെ വളരെ സ്ലോ ആയിരിക്കും. കാരണം നമ്മളെപ്പോഴും മൂവ്മെൻറ്ററി അല്ല, നമ്മൾ നടന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയൊന്നും അല്ലാത്തതിനാൽ തന്നെ നമ്മുടെ എല്ലാ ഫങ്ഷൻസും രാത്രിയിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ വളരെ ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണെങ്കിലും ഇത്തരത്തിൽ തന്നെയാണ്. വളരെ ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഒരുപാട് കൂടുതലാവുകയാണ് ചെയ്യുക. വളരെ ഒരു ഫോൾട്ടി ആയിട്ട് നമ്മുടെ ഭക്ഷണ സ്റ്റൈലൊക്കെ ഒരു തോന്നിയ സമയത്ത് ഭക്ഷണം കഴിക്കുക, ഒരു മിഡ് നൈറ്റിലൊക്കെ രാത്രിയിലെ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളിലൊക്കെ പെട്ടെന്ന് തന്നെ ഷുഗർ ഹൈക്ക് വരാൻ ചാൻസ് കൂടുതലും ഷുഗർ ലെവൽ നല്ല രീതിയിൽ കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നേരത്തെ ഭക്ഷണം കഴിക്കുക. അതുതന്നെ ഈ പറഞ്ഞ രീതിയിൽ 15 ദിവസം നിങ്ങൾ ഫോളോ ചെയ്യുക. സമയം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കഴിക്കുന്ന സാധനം നമ്മുടെ ഒരു പ്ലേറ്റിൻ്റെ എത്ര ക്വാണ്ടിറ്റി നമ്മൾ എടുത്തിട്ട് അത് കഴിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരത്തിൽ 15 ദിവസം നിങ്ങളൊന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഹാഫ് ആൻ അവർ എക്സസൈസ്, പ്രോപ്പറായിട്ടുള്ള വെള്ളം കുടിക്കുക എന്നിവയൊക്കെ നമ്മുടെ ഷുഗർ ലെവൽ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധ്യമാവും. ഞാൻ ആദ്യം പറയണ്ടേ, പലപ്പോഴും ആളുകൾ ചോറ് എന്നുള്ള ഒരു കൺസെപ്റ്റ് മാറ്റിയിട്ട് ചപ്പാത്തി പോലെയുള്ള ഇത് ഉപയോഗിക്കാറുണ്ട്, മില്ലറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ കഴിക്കുന്ന അളവ് എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ ഗ്ലൈസെമിക് ഇൻഡെക്സിൻ്റെ എമൗണ്ടും നമ്മുടെ ശരീരത്തിൽ കൂടാറുണ്ട്. ചോറിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ കൂടുതൽ എമൗണ്ട് ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പ് എണ്ണ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഷുഗർ ലെവൽ നന്നായിട്ട് പീക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ ഡയറ്റ് ഒരു 15 ദിവസം കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. പ്രോപ്പർ വെള്ളം കുടിക്കുക, പ്രോപ്പറായിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടി യോഗ, മെഡിറ്റേഷൻ പോലെയുള്ളവ ഫോളോ ചെയ്യുക. കൃത്യമായിട്ട് നിങ്ങൾ 15 ദിവസം ഈ ഡയറ്റ് ഫോളോ ചെയ്യുക. അതോടുകൂടി തന്നെ നിങ്ങൾ 1 ടീസ്പൂൺ ഉലുവ ഒരു വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം രാവിലെ മോർണിംഗ് നിങ്ങൾ ഉലുവ വെള്ളത്തിലിട്ടിട്ട് നൈറ്റിൽ നിങ്ങൾ ഈ ഉലുവ അരിച്ചതിന് ശേഷം 1 ഗ്ലാസ് ഉലുവ വെള്ളവും ഇതിൻ്റെ കൂടെ കഴിക്കേണ്ടത് നമ്മുടെ ഇൻസുലിൻ്റെ സ്പൈക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും അത് ശ്രദ്ധിക്കുക. അതുപോലെ രാത്രിയിൽ നമ്മളെ ഫ്രൂട്ട്സുകൾ പോലെയുള്ളവയൊക്കെ നമ്മൾ ഒഴിവാക്കുക. പലപ്പോഴും പ്രമേഹ രോഗികൾ കഴിക്കേണ്ട ഫ്രൂട്ട്സുകൾ എന്ന് പറയുമ്പോൾ സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ, അതായത് പുളിയുള്ള നമ്മുടെ ഓറഞ്ച്, മുസമ്പി, ആപ്പിൾ പോലെയുള്ളതും പേരയ്ക്ക പോലെയുള്ളതൊക്കെയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത്. അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് ഉള്ള നമ്മുടെ പപ്പായ, അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് ഉള്ള നമ്മുടെ പൈനാപ്പിൾ, ചക്ക, മാങ്ങ പോലെയുള്ളതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. ഇനി എപ്പോഴാണ് ഷുഗർ ഇത്തരത്തിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആഴ്ചയിൽ ഒരു ഫാസ്റ്റിംഗ് ഷുഗർ ഒരു ആഴ്ചയിൽ ഒരു 3 ഡേയ്സ് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ HbA1c ഒക്കെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ 15 ദിവസം കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് നമ്മളൊരു 15 ദിവസം കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 30 to 40% ഓഫ് HbA1cയുടെ ഷുഗർ ലെവൽ കുറഞ്ഞതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫാസ്റ്റിംഗ് ഷുഗർ ലെവൽ നല്ല രീതിയിൽ കുറഞ്ഞതായിട്ട് കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഡയറ്റൊക്കെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ഇതുവരെ 10 വർഷമായിട്ട് കുറയാത്ത ഷുഗറുകളൊക്കെ കൃത്യമായിട്ട് നമുക്കിത് കുറയ്ക്കാൻ സാധ്യമാവുന്നതാണ്. ഇനി ഈ ഡയറ്റൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തു നിങ്ങൾക്ക് മെഡിസിൻ ഇല്ലാതെ അത് കുറയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഇതിനായി ഞങ്ങൾ ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിക്കേഷൻസ് ആണ് കൊടുക്കാറുള്ളത്. യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് റെപ്പട്രൈസേഷൻ എന്നുള്ള ഒരു മെത്തേഡിലൂടെയാണ് നമ്മൾ മെഡിസിൻസ് കണ്ടെത്താറുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരാൻ സാധ്യമല്ലാത്തവർക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ എടുത്തിട്ട് മെഡിസിൻസ് കൊറിയർ ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്.